മാർക്കോ 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 അങ്ങനെ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭയങ്കര ഹൈപ്പിനൊടുവിൽ ഇന്ന് പടം റിലീസായിട്ടുണ്ട്. അപ്പോൾ രാവിലെ 11 മണിക്ക് തന്നെ പടത്തിന് കയറി പടം കണ്ടു. അപ്പോൾ പടത്തെ പറ്റി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ രാവിലെ തന്നെ പടത്തിന് കയറി. അപ്പോൾ പടം തിയേറ്ററിൽ കയറി പടം ഇട്ടു. ഫസ്റ്റ് ഒരു 10 മിനിറ്റോളം ഒരു ക്രെഡിറ്റ്സ് ഒക്കെ കാണിച്ചു പോയി. അതിനുശേഷം പിന്നെ പടം ഇങ്ങനെ കയറി പടം തുടങ്ങി, ഒരു ഇൻസിഡന്റ് ഒക്കെ നടന്നു, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് ഒരു അരമണിക്കൂറോളം പടം പോയി. പക്ഷെ അപ്പോഴൊന്നും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമൊന്നും കിട്ടിയില്ല. ഞാൻ വലിയതായിട്ട് നല്ല സംഭവങ്ങളൊന്നും വന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിമുകുന്ദൻ ഇൻട്രോ വന്നു. അപ്പോഴത്തേക്ക് ഒരു ഇൻട്രോ വന്നു. പക്ഷെ ആ ഒരു സാധനം എനിക്ക് വലിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സാധനം കാരണം അങ്ങനത്തെ ഒരു ഇൻട്രോ അവിടെ ഫൈറ്റൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫൈറ്റൊന്നും ആവശ്യമുള്ളതായിട്ട് തോന്നില്ല. അങ്ങനത്തെ ഇൻട്രോ ഒക്കെ വെക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. കാരണം അത് കഴിഞ്ഞിട്ടൊരു പുള്ളി വരുന്നൊരു സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഇൻട്രോ ആയിട്ട് വെക്കാമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു ഫൈറ്റും ആ ഒരു ഇൻട്രോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊന്നും വന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പടം കയ്യിൽ പോയി അടുത്തൊരു കൊത്ത ഏതൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ പടം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രീ ഇന്റർവൽ ഒരു പോർഷനൊക്കെ വന്നു. അവിടെ മുതൽ പടം അങ്ങോട്ട് ട്രാക്കിൽ കയറി. ശരിക്കും പറഞ്ഞ ആ ഇന്റർവൽ ആ ഒരു സീക്വൻസ് ഒക്കെ മുതൽ പടം അങ്ങോട്ട് ട്രാക്കിൽ കയറി. ഉണ്ണിമുകുന്ദനായാലും ബാക്കിയുള്ള ആക്ടേഴ്സ് ആയാലും എല്ലാവരും സെറ്റായിട്ട് വരെ ചെയ്തിട്ടുണ്ട്. അവിടെ മുതൽ ആ ഇന്റർവൽ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണ് ഇവര് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വൈലന്റ് ആയിട്ടുള്ള പടം എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൈലന്റ് ആയിട്ടുള്ള പടം നമുക്ക് വർക്കൊക്കെ പറയാം. സെക്കൻഡ് ഹാഫ് കണ്ടു കഴിയുമ്പോൾ അത്രത്തോളം അടിപൊളിയായിട്ടുള്ള സീക്വൻസ് ആണ് ചെയ്തു വെച്ചേക്കുന്ന കുറേ സാധനങ്ങൾ. ഇപ്പം എന്താ പറയുക, ഫസ്റ്റ് ഒരു സ്റ്റെപ്പൊക്കെ കയറി പോകുന്നൊരു ഫൈറ്റ് ഉണ്ട്, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഫൈറ്റാണ്. അതൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു സംഭവമൊക്കെ. പിന്നെ ഒരു വീട്ടിനകത്ത് വെച്ച് നടക്കുന്ന ഒരു ഫൈറ്റ് ഒരു സീക്വൻസ് ഉണ്ട്. അതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം വയലന്റ് ആണ്, അത്രത്തോളം ബ്രൂട്ടലാണ്. കാരണം ഇവിടെ സെൻസർ റിപ്പോർട്ടൊക്കെ വായിച്ചവർക്ക് അറിയാം, അതിനകത്ത് കുറേ സീക്വൻസ് ഒക്കെ ആയിട്ടുണ്ട്. ആ ഒരു ഗ്യാസ് കുറ്റി വെച്ച് തലയടിച്ചൊട്ടിയ സാധനമൊക്കെ അതൊക്കെ അത്രത്തോളം ഉണ്ട്. കാരണം അപ്പുറത്തിരുന്ന ഒരാള് പകുതി കണ്ണിലടച്ചു വെച്ചാണ് കുറേ സീൻസൊക്കെ കണ്ടത്. ആ ഒരു വീടിനകത്ത് വെച്ചായിരുന്നു കുറേ സീക്വൻസിനകത്ത്. അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലൈമാക്സിലോട്ട് വന്നു. ക്ലൈമാക്സ് ഒക്കെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് നടക്കുന്ന ഫൈറ്റ് ആയാലും പിന്നെ മിഷൻ ഗൺ സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പോസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം മോശമാവുന്നൊക്കെ വിചാരിച്ച സാധനമാണ്. പക്ഷേ സെറ്റായിട്ടാണ് ആ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പടം കഴിഞ്ഞു. എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പകുതിയോളം. പിന്നെ സെക്കൻഡ് ഹാഫിലുണ്ടാകുന്ന കിടിലനായിട്ട് തോന്നി. അതിൽ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ മറ്റേ ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ണിമുകുന്ദനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയെ കൊണ്ട് പറ്റതായിട്ട് എത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഏറ്റവും കരിയർ ബെസ്റ്റ് ആയിട്ട് ഞാൻ പറയും ഈ ഒരു പടമൊക്കെ. എത്രത്തോളം ചെയ്തിട്ടുണ്ട്. ആക്ടിങ് ആയാലും ഫൈറ്റ് സീക്വൻസ് ആയാലും എല്ലാം സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സാഗും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് പടത്തിൽ. അതേപോലെ തന്നെ വേറെ ആക്ടേഴ്സിൻ്റെ കാര്യം ജഗദീഷ് ചേട്ടൻ, പുള്ളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി വന്ന സീക്വൻസ് എല്ലാം അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ സിദ്ദിഖേട്ടൻ, പുള്ളി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കുണ്ടല്ലോ, മികായലുണ്ടല്ലോ, അതിനകത്ത് വല്ല മാർക്കോയോ ഉണ്ണിമുകുന്ദനോ സിദ്ദിഖ് ഒന്നുമല്ല ഈ പടത്തിൽ എഴുതുക. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു യൂണിവേഴ്സിൽ എഴുതുന്ന ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് മൊത്തം. അതിനകത്ത് വന്ന ക്യാരക്ടേഴ്സായിട്ട് തോന്നില്ല ഈ മാർക്കോയും ജോൺ പീറ്ററും ഒന്നും. ടോട്ടലി ഡിഫറെൻ്റ് ആണ്, വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്നൊരു പടമായിട്ടാണ് തോന്നി. കാരണം അപ്പം അവർ തന്നെ ഫസ്റ്റ് ഡിസ്ക്ലെയിമറൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് പടം വേറെ പടത്തിൻ്റെ പ്രീക്വലോ സീക്വലോ ഒന്നുമല്ല, ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ചുകൊണ്ട് എടുക്കുന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ്. കാരണം മികായലിൽ കണ്ട പോലല്ല ഈ ക്യാരക്ടേഴ്സ് ഒന്നും. അപ്പം അങ്ങനെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ സെറ്റാണ്. അതേപോലെ തന്നെ മ്യൂസിക് രവി ബസൂർ അറിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എല്ലാ സീഡ്സും മ്യൂസിക്കൊക്കെ സെറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. BGMs ഒക്കെ വേറെ ലെവലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കില്ലും അനിമലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ ഒരു പടം, ഈ ഒരു മാർക്കോ. അപ്പം ബ്രൂട്ടാലിറ്റിയുടെ ആ ഒരു വയലൻസിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അനിമലിനെക്കാട്ടിലും കില്ലിനെക്കാട്ടിലും ഒക്കെ ബോളി വരും. ലൈക്ക് ഒരു വീടിനകത്തൊക്കെ വെച്ചിടക്കുന്ന സീക്വൻസിനകത്തൊക്കെ നോക്കിയാൽ അത്രത്തോളം അനിമലിനെക്കാട്ടിലും കില്ലിനെക്കാട്ടിലൊക്കെ മുകളിലാണ് ബ്രൂട്ടാലിറ്റിയുടെ കാര്യത്തിൽ. പക്ഷേ ഫൈറ്റ് സീക്വൻസ്, ആക്ഷൻ സീക്വൻസിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ കില്ലിനെക്കാട്ടിലും അനിമലിനെക്കാട്ടിലും ഒക്കെ താഴെയാണ് മാർക്കോ. കാരണം അനിമലിനകത്ത് ആ ഒരു ഇൻട്രോൽ പോർഷനിലെ ആ ഒരു ഫൈറ്റും സീക്വൻസ് കാര്യങ്ങളും മാത്രം മതി അനിമൽ അത്രത്തോളം അടിപൊളിയാണെന്നറിയാം. അതിനകത്ത് ഫൈറ്റ് സീക്വൻസ് ആയാലും വിഷ്വൽസ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം സെറ്റാണ്, കിടിലാണ്. അതുപോലെ തന്നെ കില്ലൊരു 1.5 മണിക്കൂർ ഫുള്ളൊരു ട്രെയിനിനകത്ത് വെച്ച് നടക്കുന്ന ഫൈറ്റും ആക്ഷൻ സീക്വൻസും ഒക്കെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കോയിലോട്ട് വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള പടങ്ങൾ ഒന്നെന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും വലിയ പടമാണ് മാർക്കോ. കാരണം ഇങ്ങനത്തെ ഒരു പടം മലയാളത്തിന് ചെയ്തെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിന് നമ്മുടെ ഉണ്ണിമുകുന്ദനോടും അതിൻ്റെ പ്രൊഡ്യൂസറോടും ഹനീഫ് അദേനിയോടും ഒക്കെ വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പം
ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യത്തിൽ ഒരു മലയാളം പടമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഫസ്റ്റ് ഹാഫ് ഫോളോഡ് ബൈ എന്താ പറയുക, ഒരു ഒരു ബ്ലഡി വയലൻറ്റ് സെക്കൻഡ് ഹാഫ്. അതാണ് എനിക്ക് മാർക്കോയെ പറ്റി പറയാനുള്ളത്. അപ്പം തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് ഞാൻ പറയുന്നു. ഒരു സെക്കൻഡ് ഹാഫിലും അങ്ങനെ ഫൈറ്റ് സീക്വൻസിനും ഒക്കെ വേണ്ടി തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നുള്ളത് തിയേറ്ററിൽ പോയി തന്നെ കാണുക ഈ പടം. അതുപോലെ തന്നെ ഫാമിലിയായിട്ടൊന്നും പോയി കാണാൻ പറ്റിയ പടമൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം വയലൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്. പിന്നെ ഇതിനകത്ത് നിവിൻ പോളിയുടെ ക്യാമിയൊക്കെ പ്രതീക്ഷിച്ച് പോകാതെ ചില ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സംഭവമൊന്നും ഇല്ല. കാരണം നേരത്തെ പറഞ്ഞല്ലോ, മികായലും ഇതായിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് യൂണിവേഴ്സിൽ നടക്കുന്ന പോലെയാണ് ഈ ഒരു മാർക്കോയും മികായലും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അപ്പം പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്തിനാണ്? കാരണം ഒരു സെക്കൻഡ് പാർട്ടിലൊക്കെ ലീഡ് കൊടുക്കുന്നവരൊക്കെ ഒരു സാധനം. അതേപോലെ തന്നെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ത് ഉദ്ദേശിച്ചത് മനസ്സിലില്ല. ജസ്റ്റ് ഉണ്ണിമുന്തനെ കാണിക്കുന്നു, പുള്ളി തിരിഞ്ഞു നോക്കുന്നു, അവിടെ കട്ടാവുന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. അത് എന്തിനു വേണ്ടി അങ്ങനത്തെ സീൻ വെച്ചതെന്ന് പോലും അറിഞ്ഞുകൂടാ. സെക്കൻഡ് പാർട്ടിൽ ലീഡ് കൊടുക്കാൻ വേണ്ടിയാണോ എന്തിനാണോ എന്തോ. ആണെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ എന്തിനാണ് സെക്കൻഡ് പാർട്ടൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ശരി.